ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. കർക്കടക മാസത്തിൽ തുടർച്ചയായ 10 വർഷത്തിലേറെയായി ശബരിമല സന്നിധാനത്ത് പഞ്ചവാദ്യം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിന്റെ സംതൃപ്തിയിലാണ് ഒരു കൂട്ടം വാദ്യ കലാകാരന്മാർ. ഇത്തവണ 41ഓളം കലാകാരന്മാരാണ് കൈലിയാട് പഞ്ചവാദ്യ സംഘത്തിന്റെ പേരിൽ സന്നിധാനത്ത് വാദ്യാർച്ചന നടത്തിയത്. കർക്കിടക മാസത്തിലെ 5-ാം തീയതി മാസപൂജകൾ കഴിഞ്ഞ് നടയടയ്ക്കുന്ന ദിവസമാണ് കൈലിയാട് പഞ്ചവാദ്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചു വരുന്നത്. ഇത്തവണയും കലാകാരന്മാർ സന്നിധാനത്തെത്തി 1.5 മണിക്കൂറിലധിക നേരം പഞ്ചവാദ്യം അവതരിപ്പിച്ചു. തിമിലയിൽ കൈലിയാട് ബാലകൃഷ്ണനും, മദ്ദളത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണനും, കൊമ്പിൽ എളനാട് ഗോവിന്ദൻകുട്ടിയും, ഇടക്കയിൽ കുളപ്പുള്ളി വിജുവും പ്രാമാണ്യം വഹിച്ച മേജർ സെറ്റ് പഞ്ചവാദ്യത്തിൽ 41ഓളം കലാകാരന്മാരാണ് അണിനിരുന്നത്. സന്നിധാനത്ത് 18-ാം പടിക്ക് താഴെയായിരുന്നു പഞ്ചവാദ്യം. കർക്കടക മാസത്തിൽ ഇത്തരത്തിൽ വാദ്യാർച്ചന നടത്താൻ അവസരം നൽകുന്ന ദേവസ്വം ബോർഡിനോടും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടുന്ന ജീവനക്കാരോടും നന്ദിയുണ്ടെന്ന് കൊമ്പ് കലാകാരനായ കൈലിയാട് രാജേഷ് പറഞ്ഞു. ഇവിടെ വരുമ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമുക്ക് വേണ്ടുന്ന നല്ല സഹകരണം അവിടെ ചെയ്തു തരാറുണ്ട്. വേണ്ടുന്നതായ 2-3 കൊല്ലം മുമ്പൊക്കെ ക്ഷേത്രത്തിനോട് ചേർന്ന ഗണപതി അമ്പലത്തിന് മുന്നിലൊക്കെയാണ് പഞ്ചവാദ്യം കൊട്ടിയാറുന്നത്. ഇപ്പോൾ അതിനുള്ള അനുമതി അവിടെ നിന്ന് ഇന്ത്യ ഹൈക്കോടതി വിധിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും 18-ാം പടിക്ക് താഴെയിലും കൊട്ടാനുള്ള ഒരു അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. അതിന് സൗകര്യങ്ങൾ ചെയ്തു തന്നുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ, മറ്റു ഉദ്യോഗസ്ഥന്മാർ എല്ലാവരോടും ഞാൻ കൈലിയാട് പഞ്ചവാദ്യ സംഘത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.